ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ദി ഹൗസിന്റെ 9ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഡേറ്റ് ചെയ്ത് നടക്കുന്ന ജയയും മിറയും ആണ്. അവർ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, ഒന്നിച്ച് ഒരുപാട് സമയം അവർ രണ്ടുപേരും സ്പെൻഡ് ചെയ്യുന്നു. അതിനൊക്കെ ശേഷം വീട്ടിലേക്ക് എത്തിയ മിറ ഡോർ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ ഡോർ ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. മിറ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നാൽ താൻ ഒരു അഡ്രസ് അയക്കാം, അങ്ങോട്ടേക്ക് വരാൻ മിറയുടെ അമ്മ പറഞ്ഞു. മിറ ആ വീട്ടിലേക്ക് എത്തി. മിറയുടെ സാധനങ്ങളെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു. മിറയെ അമ്മ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. മിറയ്ക്ക് വേണ്ടി മേടിച്ച വീടാണത്. ഈ മാസത്തെ റെന്റ് ഞാൻ അടച്ചു, അടുത്ത മാസം മുതൽ നീ അടയ്ക്കണമെന്ന് മിറയോട് അമ്മ പറഞ്ഞു. എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മിറ അമ്മയോട് ചോദിച്ചു. നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇന്നു മുതൽ നീ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി എന്ന് അമ്മ പറയുന്നു. എന്തിനാണ് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്ന് മിറ അമ്മയോട് ചോദിച്ചു. നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ല, നിന്നെ മാറ്റി താമസിപ്പിച്ചതാണ്. ഞാനിത് നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞതല്ലായിരുന്നോ? എന്റെ മകളെ, നീ ആ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിലെ എല്ലാ ചുമതലകളും നീ നോക്കേണ്ടി വരും. നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്യില്ല. ഇപ്പോഴേലും നീ നിനക്ക് വേണ്ടി ജീവിക്കുക. നീ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ മിറയുടെ അമ്മ പറഞ്ഞു. എനിക്കിവിടെ താമസിക്കണ്ട, ഇത് ക്യാൻസൽ ചെയ്, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാമെന്നൊക്കെ മിറ പറഞ്ഞു. പറ്റില്ല, എനിക്ക് ഇനി ഒറ്റയ്ക്ക് താമസിക്കണം. നിന്റെ സഹോദരനും വീട് മാറിയില്ലേ, ഇനി നീയും കൂടെ മാറണം. ഞാൻ പോവാണെന്നും പറഞ്ഞ് മിറയുടെ അമ്മ അവിടെ നിന്ന് പോയി. മാറിയിരുന്ന് അമ്മ കുറെ കരഞ്ഞു. അപ്പോഴേക്കും ജിൻ അമ്മയുടെ അടുത്തേക്ക് എത്തി. മിറ എത്ര സ്മാർട്ട് ആണെന്ന് നിനക്കറിയാവല്ലോ, അവളെ കുറിച്ച് ഓർത്ത് നീ ഒന്നും പേടിക്കേണ്ട എന്ന് ജിൻ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. ഞാൻ ശരിയായിട്ടുള്ള കാര്യമല്ലേ ചെയ്തത് എന്ന് ചോദിച്ച് അമ്മ പിന്നെയും കരഞ്ഞു. ജിൻ അമ്മയെ ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ജയനെയും സിഇഒനെയും ആണ്. നീ അങ്ങനെ പെട്ടെന്ന് തോറ്റു തരുന്ന ഒരാളൊന്നും അല്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഞാനൊരു 3 മാസം കൂടെ തരാം. അതിനുള്ളിൽ നിനക്കത് സാധ്യമായില്ലെങ്കിൽ നീ ഡയറക്റ്റ് ആയിട്ട് എന്റെ അണ്ടറിലായിരിക്കും ജോലി ചെയ്യാൻ പോകുന്നത് എന്ന സിഇഒ ജയനെ ഭീഷണിപ്പെടുത്തി. എന്ത് കാര്യമാണ് സിഇഒ പറഞ്ഞതെന്ന് ഇപ്പോൾ പറയുന്നില്ല. ജയ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അപ്പോഴാണ് അവിടേക്ക് മിറ വന്നത്. അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട ദേഷ്യത്തിന് മിറ ബോർഡെല്ലാം പൊട്ടിച്ചു. അവിടെയുള്ള മുഴുവൻ ബോർഡും മിറ പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി നീ കുറച്ച് റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് ജയ മിറയെ അവിടെ കൊണ്ടിരുത്തി. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അമ്മ നിന്നെ വീട് മാറ്റിയതെന്ന് ജയ മിറയോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മിറ തന്റെ കയ്യിലിരുന്ന കുപ്പി ദേഷ്യത്തിൽ ചളുക്കി. എന്റെ നല്ലതിന് വേണ്ടിയിട്ടോ? ഞാൻ വീട് മാറണമെന്ന് പോലും വിചാരിച്ചിരുന്നതല്ല എന്ന് മിറ പറഞ്ഞു. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നീ വീട് മാറില്ലായിരുന്നു. ഇനി എന്താണ് നിന്റെ അടുത്ത പ്ലാൻ? നിനക്ക് തിരിച്ചു പോവാൻ ഉദ്ദേശമുണ്ടോ എന്ന് ജയ മിറയോട് തിരക്കി. ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് തനിയെ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അമ്മയെ കാണിച്ചു കൊടുക്കണമെന്ന് മിറ മറുപടി നൽകി. പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെയാണ്. ജിൻ അമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വാരി കൊടുക്കുന്നു. മിറയുടെ അമ്മയും അച്ഛനും നിലത്ത് കിടന്ന് സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് മിറയുടെ അമ്മ ജിന്നിനോട് തിരക്കി. അതെ, എനിക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി നിനക്ക് തരണം. നീ ആഗ്രഹിച്ച സ്ഥലങ്ങളിലെല്ലാം നിന്നെ കൊണ്ടുപോകണം. നിന്റെ കൂടെ അവിടെ എല്ലാം എനിക്ക് നടക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ജിൻ മറുപടി നൽകി. എന്നാൽ ഈ സമയം എനിക്ക് നല്ലൊരു അച്ഛനാണ് ആവേണ്ടതെന്ന് ജിൻ പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണാടി അങ്കിളിനെയാണ്. കണ്ണാടി അങ്കിൾ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് കുറെ നാളായിട്ട് ജിന്നിനെ അറിയില്ലേ എന്ന് കണ്ണാടി അങ്കിൾ തിരക്കി. അതെ, ഏകദേശം ഒരു 20 വർഷം കൊണ്ട് എനിക്ക് അവനെ അറിയാം എന്ന് ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞു. എന്നാൽ എങ്ങനെയായിരിക്കും ജിൻ റിച്ച് ആയത്? ലോട്ടറി, ക്രിപ്റ്റോ കോയിൻ, സ്റ്റോക്ക്, ഇതിൽ ഏത് വഴിയായിരിക്കാം ജിൻ റിച്ച് ആയത്? എനിക്കറിയില്ല. അതെനിക്കറിയായിരുന്നെങ്കിൽ ഞാനും എപ്പോഴേ അത് ചെയ്തേനെ. അങ്ങനെ ഞാനും റിച്ച് ആയേനെന്ന് ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞു. ജിൻ ഒരു ഫ്രോഡാണ്. ജിന്ന് തന്നെ ആയിരിക്കും ലാൻഡ് ലോഡിനെ കൊന്നതെന്നൊക്കെ കണ്ണാടി അങ്കിൾ പറഞ്ഞു. നീ ഓരോ നോവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ജിന്നിനെ പിടിക്കരുത്. കണ്ണാടി അങ്കിൾ ഒരു നോവൽ എഴുതുന്നുണ്ട്. ആ നോവലിലെ വില്ലനാണ് ജിൻ. കണ്ണാടി അങ്കിൾ കഥയ്ക്ക് വേണ്ടിയിട്ടാണ് ജിന്നാണോ ലാൻഡ് ലോഡിനെ കൊന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. നീ ജിന്നിനെ വിട്ട് വേറെ ആരെയും നോക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് മരിച്ചുപോയ പഴയ ലാൻഡ് ലോഡിന്റെ മകളെയാണ്. ആ മകളോട് ലാൻഡ് ലോഡിന്റെ പഴയ 2 ഫ്രണ്ട്സ് വന്ന് സംസാരിച്ചു. മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ പേര് കിം എന്നായിരുന്നു. കിം മരിക്കുന്നതിന് മുന്നേ ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ ഒരു നോട്ടീസ് മകൾക്ക് നൽകി. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു നോട്ടീസ് ആയിരുന്നു അത്. ഞങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്ന ഒരുപാട് കൂടുതലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു എന്ന് കിമ്മിന്റെ കൂട്ടുകാർ പറഞ്ഞു. എന്റെ അച്ഛൻ ഇതിലേക്ക് കയറ്റിയത് ജിന്നും ടാക്സ് അക്കൗണ്ടന്റും ആണോ എന്ന് മകൾ അവരോട് തിരക്കി. എന്നാൽ അവർക്ക് പേര് ഓർമ്മയില്ല. അതേപോലെ ഒരു പേരായിരുന്നു എന്ന് കിമ്മിന്റെ കൂട്ടുകാർ മകളോട് പറഞ്ഞു. കിമ്മിന്റെ മകൾ ആ നോട്ടീസ് നോക്കി. ഡ്രാഗൺസ് എന്ന് പറയുന്ന ഒരു ടീമിലായിരുന്നു ജിൻ ബേസ്ബോൾ കളിച്ചിരുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെയും പേര് ഡ്രാഗൺ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മകൾക്ക് മനസ്സിലായി. പിന്നീട് കാണുന്നത് ടാക്സ് അക്കൗണ്ടന്റിനെയും സുന്ദരി ആന്റിയെയും ആണ്. ടാക്സ് അക്കൗണ്ടന്റിനെ കണ്ട് അടുത്തേക്ക് ഓടി വരാൻ ശ്രമിച്ചപ്പോൾ സുന്ദരി ആന്റി അവിടെ മറിഞ്ഞു വീണു. അക്കൗണ്ടന്റ് ആന്റിയെ പിടിച്ചെണ്ണീപ്പിച്ചു. എനിക്ക് വിശക്കുന്നു, നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനി എവിടെയെങ്കിലുമൊക്കെ തലകറങ്ങി വീഴും എന്നൊക്കെ പറഞ്ഞ് സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനെ കൂട്ടി ഫുഡ് കഴിക്കാൻ എത്തി. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതെന്ന് ടാക്സ് അക്കൗണ്ടന്റ് തിരക്കി. കാരണം എനിക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആന്റി മറുപടി നൽകി. എനിക്ക് 2 മക്കളുണ്ടെന്ന് ടാക്സ് അക്കൗണ്ടന്റ് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങളിപ്പോ സിംഗിൾ അല്ലേ എന്ന് സുന്ദരി ആന്റി തിരക്കി. നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ജിന്നാണോ
എന്ന് ടാക്സ് അക്കൗണ്ടന്റ് ചോദിച്ചു. ജിൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചത് എന്നൊക്കെ സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനോട് പറഞ്ഞു. എനിക്ക് ആരും ഫുഡ് മേടിച്ചു തരണ്ട, ഇതാ എന്റെ പൈസ എന്നും പറഞ്ഞ് ടാക്സ് അക്കൗണ്ടന്റ് അവിടെ നിന്ന് പോയി. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന മിറയും ജയുമാണ് അടുത്തതായി കാണിക്കുന്നത്. അതിനൊക്കെ ശേഷം മിറ വില്ലയിലേക്ക് പോയി. മിറ അകത്ത് കയറാതെ പുറത്തു നിന്ന് വില്ലയിലേക്ക് നോക്കി. ആ സമയം അച്ഛനും അമ്മയും സന്തോഷമായി സംസാരിച്ച് നിൽക്കുന്നതാണ് മിറ കണ്ടത്. മിറയ്ക്ക് ദേഷ്യം വന്ന് മിറ അവിടെ നിന്ന് പോയി. മിറ തിരിഞ്ഞു നടക്കുന്നത് അച്ഛൻ കണ്ടിരുന്നു. ജിൻ നേരെ മിറയെ തപ്പി ഇറങ്ങി. മിറ ആ സമയം ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജിൻ മിറയുടെ അടുത്ത് വന്നിരുന്നു. നിങ്ങൾക്ക് എന്നും അമ്മ ഹാപ്പിയാക്കാൻ സാധിക്കുവോ എന്ന് മിറ ജിന്നിനോട് തിരക്കി. അവളെ എന്നോ ഹാപ്പിയായി വെക്കുമെന്ന് കല്യാണത്തിന് മുന്നേ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കായിരുന്നു. എന്നാൽ കല്യാണശേഷം എനിക്ക് അതൊന്നും സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ അതെനിക്ക് സാധിക്കും. നീ പേടിക്കണ്ട, നീ എന്നെ വിശ്വസിക്കണ്ട, നീ നിന്റെ അമ്മയെ വിശ്വസിച്ചോളൂ. നീ ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കണം. നീ ഇല്ലാതെ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആവില്ല എന്നൊക്കെ ജിൻ മിറയോട് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്? ഞാൻ അത്രയ്ക്കൊന്നും ചെയ്തിരുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളും അമ്മയും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നോട് പറയരുത് എന്നും പറഞ്ഞ് മിറ അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയും ജയുമാണ്. അവർ രണ്ടുപേരും വണ്ടിയിലിരുന്ന് സംസാരിച്ചു. മിറ കുട്ടിയായിരുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ അവൾ ഒന്നും പറയില്ലായിരുന്നു. ഞാൻ മെച്ചൂർ ആവുന്നതിന് മുന്നേ അവൾ മെച്ചൂർ ആയി കഴിഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ കാര്യമൊക്കെ ഓർത്തായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. മിറ എനിക്ക് പ്രിൻസസ് ആയി വളർത്താൻ സാധിച്ചില്ല. അവൾ ഒരു ലേഡി ആയിട്ട് തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് നീ എന്റെ മകളെ താഴ്ത്തി കെട്ടാൻ പാടില്ല എന്നൊക്കെ മിറയുടെ അമ്മ ജയോട് പറഞ്ഞു. മിറ വളരെ സ്ട്രോങ് ആണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ മിറയെ വിഷമിപ്പിക്കില്ല എന്ന് ജയ അമ്മയ്ക്ക് പ്രോമിസ് നൽകി. എന്നും നീ ഈ പ്രോമിസ് പാലിക്കണമെന്ന് മിറയുടെ അമ്മ ജയനോട് പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിറയും ജയയുമാണ്. എലിമെന്ററി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ട്രിപ്പ് വന്നത് ഇവിടെയാണ്. എനിക്ക് പിന്നെ ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യം കൊണ്ട് ഞാൻ ഇത് അമ്മയോട് പറഞ്ഞില്ല. ഇതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് മിറ ജയയോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ സ്കേറ്റ് ചെയ്തു. ജയയും മിറയും കമ്പനിയിൽ നിന്ന് കുറെ ദൂരെയുള്ള ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയി. അതൊരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. ഇവിടെ വെച്ച് നമ്മുടെ കൊളീഗ്സ് ഒന്നും നമ്മളെ കാണില്ല എന്ന് മിറ പറഞ്ഞു. ആ സമയം തന്നെയായിരുന്നു കൊളീഗ്സ് അങ്ങോട്ടേക്ക് വന്നത്. ജെ നൈസ് ആയിട്ട് അവിടെ നിന്ന് മാറി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറി. അപ്പോഴാണ് മിറയുടെ ഫ്രണ്ട് ജെനെ കാണുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? എങ്കിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോളെ മിറയുടെ ഫ്രണ്ട് പറഞ്ഞു. വരുന്നില്ല എന്നൊക്കെ ജെ പറഞ്ഞെങ്കിലും മിറയുടെയൊക്കെ സീനിയർ ജെനെ നിർബന്ധിച്ച് അവരുടെ കൂടെ കൂട്ടി. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇത്രയും ദൂരം വന്നത്? ഇനി നമുക്ക് ഒരുമിച്ചൊക്കെ ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് മിറയുടെ ഫ്രണ്ട് ജെനെ ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് എല്ലാവരും കമ്പനിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് മിറയുടെ അമ്മയും ജിന്നും കൂടി ബൈക്കിൽ അവരുടെ മുന്നിൽ വന്നിറങ്ങിയത്. നിങ്ങൾ എന്നെ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവിട്ടതെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ നിന്നെ കമ്പനിയുടെ മുന്നിൽ കൊണ്ടിറക്കില്ലായിരുന്നു എന്ന് ജിൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ മിറയുടെ അമ്മയാണെന്ന്. ഞാൻ ഏതോ വലിയ ഗ്യാങ്ങിൽ പെട്ട ആളാണെന്ന് അവരെല്ലാം വിചാരിക്കുമെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. അപ്പോഴാണ് മിറയും കൊളീഗ്സും അവിടെ നിൽക്കുന്ന കാര്യം അവർ കണ്ടത്. നിങ്ങൾ എന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് മിറയുടെ അമ്മ ജിന്നിന് പൈസ നൽകി. ഇനി എന്നെ വിളിക്കണം, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞു ഒരു ഡ്രൈവർ എന്ന പോലെ ജിൻ അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകളെയാണ്. അവർ മിറയെ കാണാനെത്തി. ഞാൻ നിന്റെ അച്ഛനെ കാണാൻ ഒരുപാട് ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. നിനക്കിപ്പോൾ ധനികനായ ഒരച്ഛനല്ലേ? എന്നെ കരയിപ്പിച്ച ആളുടെ മകൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്. നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. മിറയ്ക്കൊന്നും മനസ്സിലാവാതെ മിറ അവിടെ നിന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയെയാണ്. മിറയുടെ അമ്മ മാനേജറിനെ കണ്ട് സംസാരിക്കാൻ എത്തി. താനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ തനിക്ക് കുറച്ചും കൂടി പൈസയുടെ ആവശ്യമുണ്ട്. തനിക്ക് മറ്റൊരു ജോലി തരാമോ എന്ന് മാനേജറിനോട് മിറയുടെ അമ്മ തിരക്കി. ആ സമയത്താണ് മിറയുടെ രണ്ട് കൊളീഗ്സ് അമ്മയുടെ അടുത്തേക്ക് എത്തിയത്. പിന്നീട് അവർ മൂന്നുപേരും സംസാരിക്കുന്നു. ഞങ്ങളുടെ ഷൂട്ടിന് ഒരു മോഡലിന് ആവശ്യമുണ്ട്, മിറയുടെ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. ആ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയ ആ ലുക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആണ് മോഡലിനെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ സമയത്ത് മിറയുടെ അമ്മയോട് എനിക്ക് തന്നെ പ്രേമം തോന്നിയെന്നൊക്കെ അവർ പറഞ്ഞു. എന്നാൽ തനിക്ക് പറ്റില്ല എന്ന് മിറയുടെ അമ്മ പറഞ്ഞു. സാലറി കൂടുതലാണെന്ന് മിറയുടെ കൊളീഗ് പറഞ്ഞു. എത്രയാണെന്ന് മിറയുടെ അമ്മ തിരക്കി. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് മിറയെയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മിറയുടെ ഡോറിന്റെ ഫ്രണ്ടിൽ ഒരു സൈക്കിൾ ഇരിക്കുന്നത് കണ്ടത്. അത് ജയ മിറയ്ക്ക് നൽകിയ ഗിഫ്റ്റ് ആയിരുന്നു. കമ്പനിയുടെ അടുത്തല്ലേ നിന്റെ വീടും, അതുകൊണ്ട് നീ ഇനി സൈക്കിളിൽ വന്നാൽ മതിയെന്ന് ഒരു നോട്ട് എഴുതി ആ സൈക്കിളിൽ വെച്ചിരുന്നു. മിറ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വീടിനകത്ത് കയറിയപ്പോഴാണ് വീടൊക്കെ വൃത്തിയേടായി കിടക്കുന്നത് മിറ കണ്ടത്. മിറ അതെല്ലാം വൃത്തിയാക്കി. അപ്പോഴാണ് മിറയ്ക്ക് ഒരു ലെറ്റർ കിട്ടിയത്. അത് മിറയുടെ അമ്മ മിറയ്ക്ക് വേണ്ടി എഴുതിയതായിരുന്നു. നീ ഇപ്പോൾ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. നിനക്ക് ഒരുപാട് സംശയങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. ജോലിക്ക് പോകുന്നത് കൊണ്ട് ഡ്രസ് ഒന്നും കഴുകാൻ നിനക്ക് സമയം കാണില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രസ് എല്ലാം കഴുകണം. വേസ്റ്റ് ഒക്കെ പുറത്തെടുത്ത് കളയണം. ബാക്കി വന്ന ഫുഡെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഫ്ലോറൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തുടയ്ക്കണം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നീ അവിടെയാണ് താമസിക്കുന്നതെങ്കിലും ഇവിടെയാണ് നിന്റെ വീട്. അത് നീ മറക്കരുത്. നിനക്ക് ലൈഫിൽ എന്തൊരു പ്രശ്നം വന്നാലോ, നിനക്ക് എന്ത് സംഭവിച്ചാലും, നിനക്ക് കരയണമെങ്കിലും നീ എന്റെ അടുത്തേക്ക് ഓടി വരണം. ഞാൻ എന്നും നിന്റെ കൂടെ കാണും. നിന്റെ ലൈഫ് മുഴുവൻ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അതിന് ഒരുപാട് നന്ദി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ മിറയുടെ അമ്മ ആ കത്തിൽ എഴുതി. മിറ ആകെ ഇമോഷണലായി. മിറ നേരെ വീട്ടിലേക്ക് പോയി. എനിക്കിപ്പോ കരയാൻ തോന്നുന്നു. കരയാൻ തോന്നുമ്പോൾ ഇങ്ങോട്ട് വരാനല്ലേ അമ്മ പറഞ്ഞത് എന്ന് മിറ പറഞ്ഞു. രണ്ടുപേരും ആകെ ഇമോഷണലായി. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെയാണ്. അവരെല്ലാം ആർക്കെന്താണ് തോന്നുന്നത്, അവരെന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ ജിൻ ആരെയോ വിളിച്ച് സംസാരിച്ചു. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. എന്നെ ഇതിൽ പിടിച്ചിടരുതെന്നും പറഞ്ഞ് ആ വ്യക്തി കോള് കട്ട് ചെയ്തു. ജിൻ പേടിച്ചാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് ജിൻ ഇത്രയും പേടിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സിഇഒനെയാണ്. സിഇഒ ഓഫീസിൽ വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എന്റെ മകൻ. ഇന്നു മുതൽ ഇവിടെ ഒരു എംപ്ലോയി ആയിരിക്കും. ഇവന്റെ റാങ്ക് ഏറ്റവും താഴെയാണ്. സോ ഇവന്റെ മെന്റർ ആവേണ്ടത് മിറയാണെന്ന് സിഇഒ പറഞ്ഞു. എല്ലാവരും ആകപ്പാട് ഷോക്കായി. ജയ് ആണ് സിഇഒന്റെ മകനെന്ന് ആരും ചിന്തിച്ചതേ ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജിന്നിന് എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ. അതേപോലെ സെറ്റിൽ ചെയ്ത പഴയ ലാൻഡ് ലോഡിന്റെ മകളുടെ എൻട്രി. ഓഫീസിൽ പുതിയതായി ജോലി ചെയ്യാൻ വന്ന ജയ്. ഇനി എന്തെല്ലാം പുതിയ സംഭവങ്ങളാണ് നമ്മുടെ ഈ ഡ്രാമയിൽ വരുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.